അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ടോ വന്നിരിക്കണേ. കുഞ്ഞു മിനി ബ്ലോഗാണ്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നൊരു ഉച്ച ടൈം ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും പാലട പായസം ഉണ്ടാക്കാമെന്ന്. കാരണം ഈ ഒരു അട ഞാൻ വാങ്ങി വെച്ചിട്ട് കുറേ യൂസ് ചെയ്യുന്നു കേട്ടോ. കാരണം ഞാനിവിടെ വന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യങ്ങാനാണ് ഇങ്ങനെ പായസം ഉണ്ടാക്കാൻ ഒരുങ്ങുന്നത്. ഫസ്റ്റത്തെ തവണ ഈ ഓണത്തിൻ്റെ ആ ഒരു ടൈമിനേനും ഞാൻ പാലടൻ്റെ മിക്സാണ് വാങ്ങിച്ചിരുന്നത്. അപ്പോൾ പിന്നെ മിക്സ് ആകുമ്പോൾ പെട്ടെന്ന് ഉണ്ടല്ലോ ഉണ്ടാക്കാൻ, പാലേക്ക് പെട്ടെന്ന് അങ്ങനെ ഇട്ടാൽ മതിയല്ലോ, പെട്ടെന്ന് റെഡി ആവുമല്ലോ. ഇത് പിന്നെ കുറച്ച് പണിയെടുക്കണമല്ലോ, അട ഇതാക്കാൻ വെക്കണം, കുതിരാൻ വെക്കണം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ മടിച്ച് നിൽക്കണം. പിന്നെ ഇനി മടിച്ചിരുന്ന സാധനം അങ്ങനെ വേസ്റ്റായി പോകും വിചാരിച്ചപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ ഓരോ പണികളിലാണ്. ഞാൻ പായസം ഉണ്ടാക്കുകയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് ഷാനു പറഞ്ഞു നമുക്ക് പപ്പടം വേണം പറഞ്ഞു കേട്ടോ. കാരണം അത് നല്ല കോമ്പിനേഷനാണല്ലോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ റെഡിയാക്കി അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഷാനു പറഞ്ഞു ഷാനുവിനെ ആരും കാണാൻ പോകണം ഇപ്പോൾ ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ കേൾക്കാത്ത പതി അങ്ങനെ ഇറങ്ങിട്ടോ. കാരണം ഈ റൂമിൽ വെറുതെ ഇരിക്കുന്ന കാട്ടിലും നല്ലത് പോവന്നല്ലേ. ഷാനുവിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ എടുത്താനുണ്ട് കേട്ടോ ഒരു ബ്ലൗസ്. അപ്പോൾ ഞങ്ങൾ അവിടേക്കും കൂടെ ഒന്ന് പോവാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടേക്കും കൂടെ ഒന്ന് ഇറങ്ങിയിരുന്നു കേട്ടോ. ഈ ഒരു 4 മണി ആ ഒരു ടൈമൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അധികം ആൾക്കാരോ ഒന്നും ഇല്ലേനു. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അധികം ബിൽഡിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്കൊക്കെ കുറവുണ്ടാവും. ഒരു 1, 2, 3, 4 അങ്ങനെ ആ ഒരു ഫാമിലി ആയിട്ട് അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിലോ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ അവിടെ ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇറങ്ങി. പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും അങ്ങനെയൊക്കെ എടുത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കിയിരുന്നു. പിന്നെ നമ്മളവിടെ വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായില്ല കേട്ടോ. കാരണം പറഞ്ഞാൽ നമ്മൾ തിരമാല അല്ലല്ലോ ഇവിടെ. പിന്നെ എന്ന് പറഞ്ഞാൽ ഐക്കൊന്നും അങ്ങനെ കൊണ്ടുപോകില്ലല്ലോ. അപ്പോൾ എന്താ നമുക്ക് ഇറങ്ങാൻ തോന്നില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് അപ്പോൾ തന്നെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഷോപ്പ് റൂമിൻ്റെ അടുത്തുള്ളതാട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും വരും. കാരണം പറഞ്ഞാൽ ഇവിടുന്ന് എനിക്കൊരു 2 ഡ്രസ്സ് കിട്ടിയിരുന്നു കേട്ടോ. ആ 2 ഡ്രസ്സും എന്താ ക്വാളിറ്റിയും ക്ലോത്തും നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് അന്ന് മുതലേ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കും. എപ്പോഴൊന്നും ഉണ്ടാവില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളല്ലോ നല്ല കിട്ടുക. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് വന്ന് നോക്കും നല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ചു പോരും. അപ്പോൾ അങ്ങനെ വന്ന് നോക്കുന്നതാണ് കേട്ടോ. വിൻ്റർ ടൈം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ സ്വെറ്റർ ടൈപ്പായിട്ടുള്ള കൂടുതൽ ഡ്രസ്സുകളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഞാൻ പിന്നെ അങ്ങനെ ഡ്രസ്സൊന്നും നോക്കിയില്ല. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടേനും. അതിനായിട്ട് അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് റൂമിലേക്ക് വേണ്ട ഒരു 2-3 സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ ടൈം ആയിരുന്നു. അപ്പോൾ അതിന് നമുക്ക് നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.